നമസ്കാരം. ആറ്റിങ്ങലിൽ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് പോലീസ്. വടകര സ്വദേശി അസ്മിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ലോഡ്ജിലെ ജീവനക്കാരനായ ജോബി തന്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയാണ് അസ്മിനിക്ക് മുറിയെടുത്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതി ജോബിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ രാവിലെയാണ് 40-കാരിയായ വടകര സ്വദേശിനി അസ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരമാകെ കുപ്പികൊണ്ട് കുത്തിയ പാടുകൾ കണ്ടെത്തിയതോടെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഒരാഴ്ച മുൻപ് ഇതേ ലോഡ്ജിൽ ജീവനക്കാരനായി എത്തിയ കായംകുളം സ്വദേശി ജോബി ജോർജ് തന്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയാണ് അസ്മിനിക്ക് മുറിയെടുത്തതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജോബിയെ കാണാൻ മറ്റൊരാൾ ലോഡ്ജിൽ എത്തിയിരുന്നു. രാവിലെ ജോബിയെയും ആ വ്യക്തിയെയും കാണാതായതിനെ തുടർന്ന് മുറി തുറന്നു നോക്കിയപ്പോഴാണ് കട്ടിലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോബി പുലർച്ചെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. തിരിച്ചറിയൽ രേഖകൾ ഒന്നും തന്നെ നൽകാതെയാണ് ജോബി ഹോട്ടലിൽ ജോലിക്ക് പ്രവേശിച്ചത്. ജോബിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിൽ ജോബിക്ക് പുറമെ ആരുടെയെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിക്കുന്നത്. 2 കുട്ടികളെ അമ്മയായ അസ്മിനെയും ജോബിയും അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കായി പോലീസ് ഊർജിതമായി തെരച്ചിൽ തുടരുകയാണ്. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കയ്യിൽ മുറിവും തലയിലും ശരീരത്തിലും ക്ഷതവും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ മുറിക്കുള്ളിലുണ്ട്. ജോബി 5 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ലോഡ്ജിൽ ജോലിക്ക് എത്തിയത്. അസ്മിനെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തി ചൊവ്വാഴ്ച രാത്രി മുറിയെടുത്ത് താമസിപ്പിക്കുകയായിരുന്നു. രാത്രി 1:30-യോടെ മുറിയിലേക്ക് പോയ ജോബിയെ രാവിലെ കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ അന്വേഷിച്ചുവെങ്കിലും മുറി തുറക്കാനായില്ല. തുടർന്ന് പോലീസ് എത്തി വാതിൽ തുറക്കുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 4:30-യോടെ ജോബി പുറത്തേക്ക് പോകുന്നതാണ് CCTV ദൃശ്യങ്ങളുള്ളത്. അസ്മിനെയും ജോബിയും മുൻപ് കായംകുളത്തെ ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി. ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ, പോലീസ് ഇൻസ്പെക്ടർ അജയൻ എന്നിവർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. 2 ദിവസം മുൻപ് അസ്മിന എത്തിയതോടെയാണ് ജോബി ഇരുവർക്കുമായി ലോഡ്ജിൽ മുറിയെടുത്തത്. ഇതിന് പിന്നാലെ വൈകിട്ട് ജോബിയെ കാണുവാൻ മറ്റൊരാൾ മുറിയിലേക്ക് എത്തി. രാവിലെ ഇരുവരെയും കാണാതായതോടെയാണ് ഇത്തരത്തിൽ ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയിൽ അടക്കം മുറിവുണ്ട്. മുറിയിൽ പൊട്ടിയ ബിയർ ബോട്ടിലും ലഭിച്ചു. കായംകുളത്തെ ഹോട്ടലിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. അവിടെ പാചകക്കാരിയായ അസ്മയും റിസപ്ഷനിസ്റ്റായ ജോബിയും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. തുടർന്നാണ് ഇത്തരത്തിൽ ആറ്റിങ്ങിലെ ലോഡ്ജിൽ ജോബി ഒരാഴ്ചയ്ക്ക് മുമ്പ് ജോലിക്ക് കയറിയത്. തിരിച്ചറിയൽ രേഖകളൊന്നും തന്നെ ഇയാൾ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ ഇനി കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് പരിശ്രമകരമായ പണിയാണ് പോലീസിന്. ഇതിനിടെയാണ് ഇത്തരത്തിൽ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ അസ്മിനെ ജോബി ലോഡ്ജിലേക്ക് കൊണ്ടുവന്നത്. ജോബിക്കായിട്ട് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിൽ ഇയാൾക്ക് പുറമെ ആരുടെയെങ്കിലും പങ്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അസ്മിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളെത്തും. ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ ഇന്നലെ രാവിലെയാണ് അസ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ മുഴുവനും കുപ്പി കൊണ്ട് കുത്തിയ പാടുകളാണ് കണ്ടെത്തിയത്. ഇതോടെയാണ് കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. അസ്മിനെ മുറിയിലാക്കിയ ശേഷം ജോബി സഹപ്രവർത്തകർക്കൊപ്പം റിസപ്ഷനിലെത്തിയിരുന്നു. രാത്രി 1:30-യോടെയാണ് ഇയാൾ മുറിയിലേക്ക് പോയതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. രാവിലെ ഇരുവരെയും കാണാതായതോടെ ജീവനക്കാർ വാതിലിൽ മുട്ടി. തുറക്കാതായതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഈ മൃതദേഹം. കൈയിലും തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറിവേറ്റിട്ടുണ്ടെന്നും വസ്ത്രത്തിലും ചുമരിലും തറയിലും കട്ടിലിലും രക്തം പുരണ്ടിട്ടുള്ളതായി കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു. മുറിയിൽ പൊട്ടിയ മദ്യക്കുപ്പിയാണ് കണ്ടെത്തിയത്. പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും തലയിൽ കുപ്പി കൊണ്ട് അടിച്ചതിലുണ്ടായ പരിക്കായിരിക്കാം മരണകാരണമെന്നുമാണ് സംശയം. യുവതി വിവാഹമോചിതയാണ്. ഇതിനിടെ കടവരാന്തയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കുറ്റിപ്പുറം സ്വദേശിയും കണ്ണൂർ നഗരത്തിൽ ആക്രി പെറുക്കി ജീവിക്കുന്നയാളുമായ 52-കാരൻ ശശികുമാറിനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. തോട്ടട സമാജ്വാദി നഗറിലെ 50-കാരിയെയാണ് ചൊവ്വാഴ്ച രാവിലെ പാറക്കണ്ടി ബെവറേജ് ഔട്ട്ലെറ്റിന് പുറകുവശത്തുള്ള കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിക്രമത്തിനിടയിൽ സ്ത്രീയുടെ തല തറയിൽ ഇടിച്ചാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. തലയുടെ പുറകുവശത്ത് മുറിവേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബലം പ്രയോഗിച്ച് പീഡനം നടന്നതായും തെളിഞ്ഞു. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴിയും ശാസ്ത്രീയ അന്വേഷണവുമാണ് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത്. സ്ത്രീയും നഗരത്തിൽ ആക്രിപ്പെറുക്കി ജീവിക്കുന്നയാളാണ്. 20 വർഷമായി ശശികുമാർ കണ്ണൂരിലുണ്ട്. ഭാര്യയും മക്കളും നാട്ടിലുണ്ടെന്ന് പറയുന്നു. ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, SI-മാരായ VV ദീപ്തി, K വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സ്ക്വാഡ് അംഗങ്ങളായ നാസർ, ബൈജു, ഷാജി എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. അതിക്രമത്തിനിടെ സ്ത്രീ മരിച്ചതറിയാതെ പ്രതി നടന്നു നീങ്ങുകയായിരുന്നു. രാത്രി വൈകിയും ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത് കണ്ട തമിഴ്നാട് സ്വദേശിയുടെ സാക്ഷിമൊഴിയാണ് പ്രതിയിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എത്താൻ സാധിച്ചത്.
ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക അതിക്രമത്തിനിടെ സ്ത്രീ തലയിടിച്ചു തറയിൽ വീണു. തലയുടെ പുറകുവശം മുറിഞ്ഞ് രക്തം വാർന്നു. മദ്യലഹരിയിലാർന്ന പ്രതിക്ക് ഇതൊന്നും മനസ്സിലായില്ല. പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്ത ഈ പ്രതി ബുധനാഴ്ച ഉച്ചയോടെ പോലീസിന്റെ പിടിയിലായപ്പോൾ മാത്രമാണ് സ്ത്രീ കൊല്ലപ്പെട്ടുവെന്ന് അറിഞ്ഞത്. ഇരുവരും നഗരത്തിലെ കടവരാന്തയിലാണ് വർഷങ്ങളായി താമസിക്കുന്നത്. ഇയാൾക്ക് മറ്റു കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലെന്നാണ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറഞ്ഞത്. ഇതിനിടെ തലസ്ഥാനത്ത് രാത്രി ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പിടിയിലായ മധുര സ്വദേശി ബെഞ്ചമിൻ തമിഴ്നാട്ടിൽ സമാനമായ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷണവും പതിവായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇയാളുടെ പേരിൽ കേസുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. സ്വന്തം ലോറിയിൽ മധുരയിൽ നിന്നും കേരളത്തിലേക്ക് ചരക്കെത്തിക്കുന്നതാണ് ബെഞ്ചമിന്റെ തൊഴിൽ. ലോറി പാർക്ക് ചെയ്യുന്നതിന് സമീപത്ത് മോഷണങ്ങൾ നടത്തും. ഹോസ്റ്റൽ മുറിയിൽ കയറുന്നതിന് മുൻപ് സമീപത്തെ 2 വീടുകളിലെ ഉമ്മറത്തിരുന്ന ഹെഡ്സെറ്റും തൊപ്പിയും കൂടെ മോഷ്ടിച്ചിരുന്നു. CCTVയിൽ മുഖം പതിയാതിരിക്കുവാൻ കുട്ടപിടിച്ചു നടന്നാണ് ഹോസ്റ്റലിലേക്ക് എത്തിയത്. മധുരയിൽ അന്വേഷണ സംഘം എത്തുമ്പോൾ ഇയാൾ ഒഴിഞ്ഞ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഡാൻസ് ഓഫ് സംഘം പിന്നാലെ ഓടി പിടികൂടുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങളുമായി ലോറിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് തോന്നക്കലിൽ എത്തിയത്. അവിടെയുള്ള ഗോഡൌണിൽ സാധനങ്ങൾ ഇറക്കിയ ശേഷം സന്ധ്യയോടെ കഴക്കൂട്ടത്തേക്ക് എത്തി. അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ അടിപ്പാതയ്ക്ക് സമീപം ലോറി ഒതുക്കിയിട്ട ശേഷം ബാറിൽ കയറി മദ്യപിച്ചു. തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ കറങ്ങി നടന്നു. പിന്നീട് ലോറിയിൽ കിടന്നുറങ്ങി. രാത്രി 12 മണിയോടെ ഉണർന്ന് മോഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇടറോഡിലൂടെ നടന്നു. ഏതാനും വീടുകളുടെ പരിസരങ്ങളിൽ പരിശോധിച്ചു. തുടർന്നാണ് ഇരുനില ഹോസ്റ്റലിൽ വെളിച്ചം കണ്ടത്. അവിടെ കയറിയപ്പോൾ താഴത്തെ നിലയിലെ ഒരു മുറിയുടെ വാതിൽ ചാരിയ നിലയിൽ കണ്ടു. സെക്യൂരിറ്റി ജീവനക്കാരനോ CCTV ക്യാമറയോ ഇല്ല എന്ന് മനസ്സിലാക്കി മുറിയിൽ കയറി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. യുവതി ഉണർന്ന് നിലവിളിച്ചപ്പോൾ കടന്നു കളഞ്ഞു. ബൈപ്പാസിൽ എത്തി കുറച്ചുനേരം ചെലവഴിച്ച ശേഷം ലോറിയുമായി മധുരയിലേക്ക് മടങ്ങി. സംഭവത്തിൽ താൻ പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നാണ് ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ കേരളം ഇപ്പോൾ ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണെന്ന് നിസ്സംശയം പറയാം. ലോഡ്ജിലും വഴിയോർത്തും സ്വന്തം താമസ സ്ഥലത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. പ്രണയം, മദ്യലഹരി, പൈശാചിക വികാരം ഇതൊക്കെ ചേർന്നാണ് ഇന്നത്തെ നാടിനെ നയിക്കുന്നത്. കടവരാന്തയിൽ സ്ത്രീയെ പീഡിപ്പിച്ച ശശികുമാർ, ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച ബെഞ്ചമിൻ, ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളുടെ താവളമായി മാറിക്കഴിഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട്. ഇത്രയും വിദ്യാഭ്യാസവും സംസ്കാരവും നിയമവുമുള്ള സംസ്ഥാനത്ത് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ചോദിക്കേണ്ടത് ഒന്ന് മാത്രമാണ്: സുരക്ഷിതമെന്ന് കരുതിയ ഈ കേരളം ഇനി ആർക്ക് സുരക്ഷിതമാണ്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.